അമേരിക്ക ഇന്ത്യയെ ഏറെ ബഹുമാനത്തോടു കൂടിയാണ് കാണുന്നതെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് US ഉദ്യോഗസ്ഥൻ. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓരോ ചുവടുവയ്പ്പുകളും നയതന്ത്ര നീക്കങ്ങളുമാണ് മറ്റു രാജ്യങ്ങളെ ഇന്ത്യയോടുള്ള ബഹുമാനം വർദ്ധിപ്പിക്കാൻ കാരണമായി വരുന്നത്. 2026 ദേശീയ പ്രതിരോധ തന്ത്രത്തിന്റെ പ്രധാന ഘടകങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയ US അണ്ടർ സെക്രട്ടറി ഓഫ് വാർ ഫോർ പോളിസി എൽബ്രിഡ്ജ് കോൾബി ഇന്ത്യ സന്ദർശനം അവസാനിപ്പിച്ചു. ഇന്ത്യ US പ്രതിരോധ പങ്കാളിത്തത്തിനായുള്ള ചട്ടക്കൂട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ അദ്ദേഹത്തിന്റെ സന്ദർശനത്തിൽ നടന്നു. കോൾബിയുടെ ഇന്ത്യ സന്ദർശനം വ്യാഴാഴ്ചയാണ് അവസാനിച്ചത്. ചൊവ്വാഴ്ചയാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. ഇന്ത്യ സന്ദർശന വേളയിൽ കോൾബി വിദേശകാര്യമന്ത്രി S ജയശങ്കർ, വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗിനൊപ്പം US ഇന്ത്യ പ്രതിരോധ നയ ഗ്രൂപ്പ് യോഗത്തിൽ അദ്ദേഹം സഹ അധ്യക്ഷനായിരുന്നു. 2025 ഒക്ടോബറിൽ യുദ്ധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി ഒപ്പുവെച്ച ഇന്ത്യ US പ്രധാന പ്രതിരോധ പങ്കാളിത്തത്തിനായുള്ള ചട്ടക്കൂടിനെ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോയി. പെന്റഗൺ ചീഫ് വക്താവ് ഷോൺ പാർനെൽ പങ്കിട്ട ഔദ്യോഗിക പ്രസ്താവനയിൽ പ്രവർത്തന ഏകോപനം, വിവരങ്ങൾ പങ്കിടൽ, പ്രാദേശിക ആഗോള സഹകരണം, പ്രതിരോധ വ്യാവസായിക ശാസ്ത്ര സാങ്കേതിക സഹകരണം എന്നിവ വികസിപ്പിക്കാൻ അമേരിക്കയും ഇന്ത്യയും എങ്ങനെ ആവശ്യപ്പെടുന്നുവെന്ന് പരാമർശിച്ചു. ഇന്ത്യയിലെ US അംബാസഡറും ദക്ഷിണ മധ്യേഷ്യൻ കാര്യങ്ങൾക്കായുള്ള പ്രത്യേക പ്രതിനിധിയുമായ അംബാസഡർ സെർജിയോ ഗോറുമായുള്ള കൂടിയാലോചനകളും അദ്ദേഹത്തിന്റെ സന്ദർശനത്തിൽ ഉൾപ്പെട്ടിരുന്നു. ഇന്ത്യ US പങ്കാളിത്തത്തിന്റെ ഊന്നിപ്പറയുകയും ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ തന്ത്രപരമായ സഹകരണത്തെ നയിക്കാൻ സഹായിക്കുന്ന ഒരു ചട്ടക്കൂട് രൂപപ്പെടുത്തുകയും ചെയ്ത അനന്ത സെന്ററിൽ ന്യൂഡൽഹിയിൽ നടന്ന പ്രസംഗത്തിൽ അണ്ടർ സെക്രട്ടറി കോൾബി പരാമർശിച്ചതായി പ്രസ്താവന എടുത്തു കാണിച്ചു. ഒരു ശക്തിക്കും മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയാത്ത ഒരു ഇൻഡോ പസഫിക് മേഖലയാണ് അമേരിക്കയ്ക്കും ഇന്ത്യയ്ക്കും ഗുണം ചെയ്യുന്നതെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇൻഡോ പസഫിക്കിൽ അനുകൂലമായ അധികാര സന്തുലിതാവസ്ഥ ഉറപ്പാക്കുന്നതിൽ ഇന്ത്യ ഒരു കേന്ദ്ര പങ്ക് വഹിക്കുമെന്നും തന്റെ രാജ്യം വിശ്വസിക്കുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഭൂഖണ്ഡാന്തര റിപ്പബ്ലിക് അഭിമാനകരമായ തന്ത്രപരമായ പാരമ്പര്യമുള്ള രാഷ്ട്രം, ഇൻഡോ പസഫിക് മേഖലയുടെയും അന്താരാഷ്ട്ര ഭൂപ്രകൃതിയുടെയും ഭാവിയെ കൂടുതൽ വിശാലമായി രൂപപ്പെടുത്തുന്ന തീരുമാനങ്ങളുള്ള രാജ്യം എന്നീ നിലകളിൽ ഇന്ത്യയെ ആഴമായ ബഹുമാനത്തോടെയാണ് അമേരിക്ക കാണുന്നതെന്നും കോൾബി പറഞ്ഞു. നമ്മുടെ രണ്ട് രാജ്യങ്ങളും ചരിത്രത്തിലും ഭൂമിശാസ്ത്രത്തിലും കാഴ്ചപ്പാടിലും പ്രധാനപ്പെട്ട കാര്യങ്ങളിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. എന്നിരുന്നാലും ഏഷ്യയുടെ ഭാവി നിർണ്ണയിക്കേണ്ടത് സ്വന്തം ഗതി നിശ്ചയിക്കാൻ കഴിയുന്ന പരമാധികാര രാഷ്ട്രങ്ങളാണെന്ന ബോധ്യം ഞങ്ങൾ പങ്കിടുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ബുധനാഴ്ച ന്യൂഡൽഹിയിൽ നടന്ന 18ാമത് പ്രതിരോധ നയ ഗ്രൂപ്പ് യോഗത്തിൽ 6 P-81 അന്തർവാഹിനി വിരുദ്ധ യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങുന്നതിനുള്ള ഇന്ത്യൻ പദ്ധതികൾ ഉൾപ്പെടെ നിലവിലുള്ള പ്രധാന പ്രതിരോധ കരാറുകളെക്കുറിച്ച് ഇന്ത്യയും USഉം സുപ്രധാന ചർച്ചകൾ നടത്തി. അടിയന്തര റൂട്ട് വഴി US-ൽ നിന്നും ജാവലിൻ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകൾ വാങ്ങുന്നതിനുള്ള കരാറിലും ഇന്ത്യ ഒപ്പുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അടിയന്തര സംഭരണ റൂട്ട് പ്രകാരം ഇന്ത്യ 300 കോടി രൂപയുടെ കരാറിൽ ഒപ്പുവെച്ച എക്സ്കാലിബർ പ്രിസിഷൻ ഗൈഡഡ് ആർട്ടിലറി വെടിയുണ്ടകളെക്കുറിച്ചും ഇരുപക്ഷവും ചർച്ചകൾ നടത്തി. ഉന്നതതല കരാറുകൾ പ്രാവർത്തികമാക്കുന്നതിൽ നയതന്ത്ര സന്ദർശനം ഒരു പ്രധാന ചുവടുവയ്പായി വർത്തിക്കുന്നു. US യുദ്ധവകുപ്പിന്റെ പ്രസ്താവന പ്രകാരം പ്രസിഡന്റ് ട്രംപും പ്രധാനമന്ത്രി മോദിയും ഫെബ്രുവരി 2025 സംയുക്ത പ്രസ്താവനയിൽ സ്ഥാപിച്ച ലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും US ഇന്ത്യ പ്രധാന പ്രതിരോധ പങ്കാളിത്തത്തിനായുള്ള ചട്ടക്കൂട് നടപ്പിലാക്കുന്നതിലും കോൾബിയുടെ സന്ദർശനം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.